ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ അടുത്ത വമ്പൻ സിനിമ L2 എമ്പുരാൻ എന്ന സിനിമയുടെ ഫാൻ ഷോ കൗണ്ടിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്നലെ രാത്രിയോടെ പ്രേക്ഷകർ അറിയിച്ചിരുന്നല്ലോ. ലാലേട്ടനെ നയിക്കണക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന L2 എമ്പുരാൻ എന്ന സിനിമയുടെ ഫാൻ ഷോ കൗണ്ട് 200 കടന്നിരിക്കുന്നു എന്നാണ് അവസാനമായിട്ട് പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ പ്രീ സെൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെടുമ്പോൾ ഇനിയും റിലീസിന് 35-40ഓളം ദിവസങ്ങൾ ബാക്കിയുള്ള എമ്പുരാൻ എന്ന സിനിമയുടെ പ്രീ സെൽ കളക്ഷൻ 1 കോടി കടന്നിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 200 ഫാൻ ഷോസ് മാത്രം ചാർട്ട് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള കളക്ഷൻ കൂട്ടുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ 1 കോടിയിലേക്ക് സിനിമ എത്തപ്പെടുന്നത്. ഇനിയും ഒരുപാട് ഫാൻ ഷോസ് ചാർട്ട് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയുടെ പ്രീ സെയിൽ ബുക്കിംഗ് എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് ആഴ്ചകൾക്ക് മുന്നേ ആരംഭിക്കും. അങ്ങനെയുള്ള കളക്ഷൻ എല്ലാം തന്നെ വരുമ്പോൾ ഒരു വൻ പ്രീ സെൽ കളക്ഷൻ തന്നെ എമ്പുരാൻ നേടിയെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാത്തിരിക്കും അടുത്ത എമ്പുരാൻ ആവേശകരമായ വാർത്തകൾക്ക്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലാതിരുന്നാൽ ലാലേട്ടൻ സിനിമയായിരുന്നല്ലോ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം 2 ഭാഗങ്ങളിലായിട്ട് വമ്പൻ ബഡ്ജറ്റിൽ വിദേശ രാജ്യങ്ങളിലടക്കം കൂടുതലായിട്ട് ചിത്രീകരിച്ച സിനിമ ഉപേക്ഷിച്ചു. ഇപ്പോൾ തന്നെ നല്ലൊരു ബഡ്ജറ്റ് വന്ന ഈ ലാലേട്ടൻ സിനിമയ്ക്ക് ഇനി ഒരു 20 കോടി രൂപ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയുടെ ചിത്രീകരണം നടക്കുകയുള്ളൂ എന്നതുകൊണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ സിനിമ ഉപേക്ഷിച്ചു എന്നായിരുന്നു സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന അവസാന അപ്ഡേറ്റ്. അത് ലാലേട്ടൻ്റെ വിമർശകർ പുറത്തുവിട്ട അപ്ഡേറ്റ് ആയതുകൊണ്ട് ആ അപ്ഡേറ്റ് അന്ന് പ്രേക്ഷകരെ അറിയിച്ചില്ല എന്ന് മാത്രം. ഇപ്പോഴത്തെ ആ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെട്ട റാം എന്ന സിനിമ വീണ്ടും ചിത്രീകരണം ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നുണക്കുഴി, നേര് എന്നീ സിനിമകളുടെ ഷൂട്ടിങ്ങിന് ശേഷം കഴിഞ്ഞ വർഷം ഒരു സിനിമയുടെയും ഷൂട്ടിലേക്ക് കടക്കാതിരുന്ന ജിത്തു ജോസഫ് കഴിഞ്ഞ വർഷം മുഴുവനും റാം എന്ന സിനിമയ്ക്ക് പിന്നിൽ തന്നെയായിരുന്നു. റാമിന്റെ വിദേശ രാജ്യത്തെ ചിത്രീകരണം എല്ലാം തന്നെ സമ്മർ സമയത്ത് മാത്രമേ നടക്കൂ എന്നതുകൊണ്ട് തന്നെയായിരുന്നു റാമിന് മുന്നേ തന്നെ ആസിഫ് സിനിമയിലേക്ക് ജിത്തു കടന്നത്. ഇപ്പോഴത്തെ ആസിഫ് സിനിമയുടെ ചിത്രീകരണം മാർച്ച് മാസം പൂർത്തീകരിക്കും. ശേഷം ഏപ്രിൽ മാസം റാമിന്റെ ഒരു ഘട്ട ഷെഡ്യൂൾ നടക്കുമെന്നും അതിനുശേഷം നവംബർ മാസത്തോടെ സിനിമയുടെ വലിയൊരു ഷെഡ്യൂളോട് കൂടി സിനിമ പാക്കപ്പ് ആകുമെന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വരുന്നത്. അപ്പോൾ കാത്തിരിക്കൂ 2 ഭാഗങ്ങളിലായിട്ട് വരാനിരിക്കുന്ന ലാലേട്ടന്റെ റാമിന്റെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.